ഹലോ. അപ്പം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഇനി കുറച്ച് മിനിറ്റ്സും കൂടെ ഉള്ളു 12 മണിയാവാൻ. അപ്പം നാളെ കുറച്ച് മിനിറ്റ്സ് കഴിയുമ്പോൾ 12 മണിയാവും. അപ്പോൾ പിറ്റേ ദിവസമാവും. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആവും. അപ്പം ഇതൊരു ബർത്ത്ഡേ വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചൊരു മെമ്മറി ആയിരിക്കുമല്ലോ, ഒരു കോർ മെമ്മറി ആയിട്ട് ലൈഫ് ലോങ് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൈം 11:57 ആയി. പെട്ടെന്നാവും. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇവിടെ ഒരു ആനയുണ്ട്. ഞാൻ മിക്കപ്പോഴും അമ്പലത്തിൽ 1-ാം തീയതിയൊക്കെ തൊഴാൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് ആനേനെ. ഞാൻ നോക്കി അവൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോയെന്ന്. പക്ഷേ കുറച്ച് കയ്യിൽ ചന്ദനവും കൂടി ഇരുന്നിട്ടാണ്. ഫോണൊന്ന് സൂം ചെയ്താലേ ആളെ കാണാൻ പറ്റുള്ളൂ. തൂണ്ട കണ്ടോ, 2 പേരുണ്ട് അവിടെ. അപ്പോൾ ഇന്നലെ 12 മണിയായപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സൊക്കെ വിളിച്ച് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തു. പിന്നെ ചേച്ചി വിളിച്ചു. കിടന്നപ്പോൾ എന്തായാലും 2:30 എങ്ങാണ്ടായി. പിന്നെ അങ്ങനെ അങ്ങ് ഉറങ്ങി. പിന്നെ രാവിലെ ഇരുന്നിട്ട് ഇത്തിരി ലേറ്റായി, കാരണം ഇത്ര ലേറ്റായിട്ട് കിടന്നുകൊണ്ട്. പിന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അമ്പലം അടയ്ക്കല്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കുഴപ്പമില്ല, ഭാഗ്യത്തിന് 9:30 ആകുമ്പോൾ അമ്പലം അടയ്ക്കും. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അടച്ചില്ലായിരുന്നു. പ്രാർത്ഥിച്ച് തൊഴാനൊക്കെ പറ്റി. അത് വീടിൻ്റെ അടുത്ത് 2 അമ്പലമുണ്ട്. അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഇതാ ഇങ്ങനെ വന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഇനി വൈകിട്ട് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോകണം. ഞാൻ ഇന്നത്തെ ഒരു ഡേ മാക്സിമം കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അതിനകത്ത് കുറച്ച് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോസിൽ. എന്തെങ്കിലുമൊക്കെ എൻ്റെ ചെറിയ കുക്കിംഗ് ഓൾറെഡി ഇന്ന് ഞാൻ ബിരിയാണിയാണ് സ്പെഷ്യലായിട്ട് വയ്ക്കുന്നത്. അപ്പം അത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുള്ള റെസിപ്പി, ഇതിനകത്ത് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എന്താ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നത്തെ കുറച്ച് ഒരു മെമ്മറി, ഇന്ന് നല്ലൊരു മെമ്മറി ആയിട്ട് നല്ല ഒരു ദിവസമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ കുറച്ച് എല്ലാവരും ഗസ്റ്റ് വരുന്ന എല്ലാം കുറച്ച് ക്ലിപ്പിങ്സ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒക്കെ ആഡ് ചെയ്യാം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കണം. കഴിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ കയറാം. കാരണം ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ചീത്തയാവും. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പരിപാടികളൊക്കെ. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ ഫോട്ടോ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കാം കേട്ടോ, ഇന്നത്തെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് എന്താണെന്ന്. അപ്പം എന്താണ്ട ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുക്കിങ്ങിലോട്ട് കടന്നിരിക്കുകയാണ്. ഞാൻ റൈസിന് വേണ്ടി നമ്മൾ സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടേക്കുക. ശൈലജ ആൻറ്റി എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ബലൂൺ വീർപ്പിക്കുക ഗൈസ്. എന്നോടുള്ള സ്നേഹം, പ്യാർ. അപ്പം ഇന്ന് വീണ്ടും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാം ഓൾ സെറ്റ് ബർത്ത്ഡേക്ക്. ഇനി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഗസ്റ്റൊക്കെ വന്നിട്ട് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാം. ഞാൻ ഡെക്കോർ ഒക്കെ കാണിച്ചു തരാം. കുറച്ച് ബിസിയായി പോയത് കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ കസ്റ്റമൈസ് ചെയ്യിക്കാൻ പറ്റിയില്ല കേക്ക്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് അങ്ങ് വാങ്ങിച്ചതാണ് കേക്ക് ഷോപ്പിൽ പോയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ കേക്ക് വാസ് നൈസ്, ഗുഡ്, കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ക്യാൻഡിൽസ് കത്തിക്കുക. സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴേ ക്യാൻഡിൽസ് കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോൾ ഓർത്ത് അയ്യോ ക്യാൻഡിൽസ് കത്തിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഓടിപ്പോയി കത്തിച്ചത്. പക്ഷേ ഈ വട്ടം ഞാൻ ഇച്ചിരി ഹൈറ്റുള്ളൊരു ഡിസൈനുള്ള ക്യാൻഡിൽസാണ് വാങ്ങിച്ചപ്പോൾ ഒരു യുണീക്കല്ലേ രസമുണ്ടായിരുന്നു.
ഗൈസ്, ഇതാണ് എൻ്റെ ഒരു കസിൻ ചേട്ടൻ, ഡോക്ടറാണ്. കായംകുളത്താണ് ഇരുന്ന് പേഷ്യൻസിനെ നോക്കുന്നത്. ഗൈസ്, ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ മട്ടൻ കുറുമ, ഇടിയപ്പം, ചിക്കൻ ബിരിയാണി ഒക്കെയാണ്. പിന്നെ അപ്പം ഉണ്ട്. പിന്നെന്താ അതിനകത്ത് എന്തോന്ന് എനിക്കറിഞ്ഞൂടെ. ഇത് പിന്നെ പുഴുക്ക് ചട്നിയുണ്ട്. കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. പിന്നെ ഇതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, ചെയ്യണം. ഇത് പിന്നെ ഒരു ഹെറാറോഷറിന് മുട്ടായി, പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതെനിക്ക് അപ്പു തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അവൾ ലണ്ടനിൽ ഇരുന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഫ്രണ്ടുണ്ട്, അവൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അവളോട് പറഞ്ഞു ഇതേപോലെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് എൻ്റെ ബർത്ത്ഡേ ഇടാന്ന് എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടു തരണം എന്ന് അവളെനിക്ക് കൊണ്ടു തന്നെ. അവളുടെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യാൻ. ബർത്ത്ഡേ ഫ്രെയിംസും അങ്ങനത്തെയൊക്കെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ പുള്ളിക്കാർ ചെയ്യും. ഇത് കണ്ണൻ ചേട്ടൻ്റെ വക എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. അതിനകത്തൊരു സാരിയാണ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം. ഇല്ലെങ്കിൽ സാരി ഉടുക്കുന്ന ടൈമിൽ പറയാം ഞാനത്. അപ്പം ആ സ്പെഷ്യൽ പേഴ്സൺ എനിക്ക് തന്നത് നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡാണ്. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു എനിക്ക് ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത്. അപ്പം എനിക്ക് സർപ്രൈസായിട്ട് കണ്ണച്ചൻ്റെ കയ്യിലാണ് കൊടുത്ത് വിട്ട് എനിക്ക് കിട്ടിയത്. ഈ വട്ടത്തെ ബർത്ത്ഡേ നല്ലതായിരുന്നു. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. ത്രൂ ഔട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഗിഫ്റ്റ്സൊക്കെ എനിക്ക് എല്ലാവരും അയച്ചു തന്നു. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം എല്ലാം കൂടെ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും മുഹൂർത്ത് കറക്റ്റ് ടൈമിന് വിളിച്ച് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. ഇപ്പോൾ ബർത്ത്ഡേ വ്ളോഗൊക്കെ കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതി കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അതുവരെ കണ്ടു കാണും. അപ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റും കൂടെ ഞാൻ വിചാരിച്ചൊരു അൺബോക്സിങ് വീഡിയോ കാണിക്കാമെന്ന്. അത് ഞാൻ സെപ്പറേറ്റ് ഇടുന്നില്ല, ഈ വീഡിയോയിൽ തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയത്. കാരണം ഓൺലൈൻ വഴിയൊക്കെ ഫ്രണ്ട്സൊക്കെ ഓർഡർ ചെയ്തത് ഇങ്ങോട്ട്. അപ്പം വന്നപ്പോൾ കുറച്ചെല്ലാം ലേറ്റായി. അതിന് ശേഷമുള്ള ഗിഫ്റ്റും എല്ലാം കാണിക്കാം. അപ്പം ഫസ്റ്റ് ഇത് ഫൗസി എനിക്ക് റിയാദിൽ നിന്ന് അയച്ചൊരു ഗിഫ്റ്റാണ്. ഓൺലൈൻ മിന്ത്ര വഴി എന്തോ ഓർഡർ ചെയ്തൊരു സ്ലിം ബാഗാണ്. ഇങ്ങനെ നമുക്ക് ക്ലച്ച് ഉണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടാണ് അതിൻ്റെ അത് വന്നേക്കുന്നത്. ഒരിടത്ത് പോയപ്പോൾ യൂസ് ചെയ്ത് കേട്ടോ, അതാ പേപ്പറൊക്കെ അതിനകത്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട് ഒരു ക്ലച്ച്, പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഇവിടെ സൈഡിലായിട്ട് ഈ സിബിൻ്റെ ഇവിടെ. സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബെൽറ്റ് ഈ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിലായിട്ടായിരിക്കും മിക്ക ബാഗിൻ്റെയും വരുന്നത്. പക്ഷെ ഇതിൻ്റെ അങ്ങനെയല്ല വരുന്നത്, ഇങ്ങനെ സൈഡിലായിട്ടാണ് വച്ചേക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഫോണും ക്യാഷും വാനിറ്റിയും എല്ലാം ഇടാം. പിന്നെ അകത്തൊരു ഉറയായിട്ടുണ്ട്. ഇതിനകത്ത് 2 സിബാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ ഉള്ള, നമുക്ക് ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു കിടിലൻ ബാഗ. താങ്ക് യു ഫൗസി. പിന്നെ നെക്സ്റ്റ് ഗിഫ്റ്റ് ഇതേപോലെ ഒരു ബോക്സ് ആയിരുന്നു. ഒരു ബ്ലൂ കളർ കണ്ടില്ലായിരുന്നു അന്ന് എൻ്റെ, ഞാൻ അൺബോക്സ് ചെയ്തില്ലായിരുന്നു. അതിനകത്ത് വന്നിട്ടൊരു പൊട്ട്, പിന്നെ ഒരു മാല, 2 കളറുള്ള നെയിൽ പോളിഷ്, പിന്നെ കയ്യിലിടുന്ന ഇതേപോലത്തെ ഒരു ചെയിനായിരുന്നു. ഇത്രയും കൂടെ ഒരു ബോക്സിനകത്ത് വന്നത്. എൻ്റെ ഒരു കസിൻ നിരഞ്ജനയാണ് തന്നത് ബർത്ത്ഡേക്ക് വന്നപ്പോൾ. പിന്നെ ഇതാണ് കണ്ണച്ചേട്ടൻ തന്നൊരു ഗിഫ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് കാണണ്ടേ, നിങ്ങൾ ഓൾറെഡി ഈ സാരി കണ്ടിട്ടുള്ള സാരി കേട്ടോ. കാരണം മറ്റേ ശരണ്യായിട്ട് എൻഗേജ്മെന്റ് ഷോപ്പിങ്ങിന് പോയില്ലേ അവളുടെ കൂടെ. അപ്പം അന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു സാരി, ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പണ്ടോട്ടേ വലിയ ആഗ്രഹം ആ ഒരു കളർ കോമ്പിനേഷനിൽ സാരി വാങ്ങണം എന്നുള്ളത്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് കണ്ടച്ചത് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇതാണ് വാങ്ങി തന്നത്, ഈ ഗിഫ്റ്റ്. നീ പറഞ്ഞല്ലേ നിന്റെ വലിയൊരു ആഗ്രഹം ആ കളർ കോമ്പിനേഷനിൽ ഒരു സാരി വാങ്ങണം എന്നുള്ള. അത് കാണിച്ചില്ല, കണ്ടടേ. അടിപൊളി സാരി കേട്ടോ. ഇത് നല്ല രസമായിരിക്കും ഉടുക്കുമ്പോൾ. ഞാൻ ഉടുക്കുമ്പോൾ എന്തായാലും ഒരു വ്ളോഗ് പ്രതീക്ഷിക്കാമല്ലോ. എന്തായാലും ഒരു സ്പെഷ്യൽ ദിവസം വരട്ടെ, അന്ന് ഞാൻ ഉടുക്കുന്നതായിരിക്കും. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ട് റാണി പിങ്ക് എന്നൊക്കെ പറയുന്നത്, എല്ലാം റാണി പിങ്കാ. ആ ഒരു കളർ കണ്ടോ, എന്തോ അടിപൊളിയാന്നറിയാവോ. ക്യാമറ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ യെല്ലോ ഷെയ്ഡിൽ ഈ സാരി
ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്തൊരു കളർ കോമ്പിനേഷനാ. ഇപ്പൊ മറ്റേ ബഡായി ബംഗ്ലാവ് മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഏഷ്യാനിൽ പണ്ടൊരു പ്രോഗ്രാം ഇല്ലേ, അതിനകത്ത് ആര്യ ആ പുള്ളിക്കാരിയുടെ മറ്റേ കാഞ്ചീപുരം സാരി, എന്റെ പൊന്നെ എന്തോരം അടിപൊളി കളർ കോമ്പിനേഷനുള്ള സാരിയൊക്കെ അവരുടെ പേജിലുണ്ടെന്ന് അറിയൂ. അപ്പൊ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കുറെ സാരീസ് ഒക്കെ അതിനകത്തുള്ള. അപ്പം അവരുടെ ഷോപ്പിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് വാങ്ങാം സാരിയൊക്കെ. നല്ല ഇതിഷ്ടായില്ലേ, നല്ല കളറല്ലേ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട. ഒരുപാട് വർഷമായിട്ട് ഞാൻ നോക്കി വെച്ചൊരു സാരി, ഒത്തിരി വർഷം മുന്നേ. എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതാ കണ്ടിച്ചല്ലേ, താങ്ക് യു കണ്ടിച്ചിട്ടാ. അവരെല്ലാം എന്റെ വ്ളോഗ് കാണുമെന്ന് അറിയാം, അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്റെ ഈ വ്ളോഗിൽ കൂടെ ഓരോ താങ്ക്സ് പറയല്ലേ. നെക്സ്റ്റ് വന്നിട്ട് ഇത് അനിഷ്മി ചേച്ചി കണ്ണച്ചന്തയിൽ കൊടുത്തു വിട്ട ഗിഫ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്റെ നാത്തൂൻ ചേട്ടത്തി അമ്മ എന്നൊക്കെ പറയുന്ന ആള് തന്നെ. അപ്പൊ ഞാൻ ആദ്യം കണ്ടടേ, നല്ല രസമുണ്ടല്ലേ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ. എന്ത് ക്യൂട്ടാ, കാണാൻ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പെർഫ്യൂമാണ് കൊടുത്തു വിട്ടെ. അപ്പം ഇതിന്റെ ഒരു സ്മെല്ല് വന്നിട്ട് ഉടനെ നമ്മൾ മണപ്പിക്കരുത്, നമ്മൾ ചെറുതായിട്ട് 2 കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തൊരു ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. ഇതൊരു സ്മൂത്തിങ് ആയിട്ടുള്ള ഒരു സ്മെല്ല, ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലൊന്നും അല്ല, ഫ്രൂട്ട് ബേസ്ഡ് സ്മെല്ലൊന്നും അല്ല, ഒരു ഫ്ലോറൽ സ്മെല്ലും അല്ല. നമ്മൾ സാധാ ഒരു പെർഫ്യൂമിന്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ സ്മെല്ല്. പിന്നെ വന്നിട്ട് കൂൾ വാട്ടറിന്റെ ഡ്യൂഡോഫിന്റെ ഇതിന്റെ സ്മെല്ല് വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാല്, എല്ലാം ബോട്ടിൽ നല്ല ബ്ലൂ കളർ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുപ്പിയല്ലേ. ഇവിടെ അടിക്കാം, നമുക്ക് റബ്ബ് ചെയ്യാം. നമ്മുടെ ഈ പൾസ് പോയിന്റിലൊക്കെ നമ്മൾ പെർഫ്യൂം അടിച്ച കുറച്ച് ടൈം ഏറെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതാണ് കുറേയും കൂടെ സുഖമുള്ള ഒരു സ്മെല്ല്, നല്ല ഒരു സ്മെല്ല്. പക്ഷെ ഇത് സ്മെല്ല് മോശമൊന്നുമല്ല, ഇച്ചിരി കൂടെ സ്ട്രോങ് ആ, ഇതിനേക്കാളും സ്ട്രോങ് ആണേ ഉള്ളു. പക്ഷെ കൊള്ളാം, ഇതും കൊള്ളാം, നൈസാണ്. നമ്മൾ കുറച്ചും കൂടെ സ്വെറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഈ സ്മെല്ലായിരിക്കും എനിക്ക് തോന്നുന്നു കുറേയും കൂടെ നല്ലതെന്ന്. അടിപൊളി, താങ്ക് യു ചേച്ചി. ഭയങ്കര ക്യൂട്ടല്ലേ, ഭയങ്കര ക്യൂട്ട്. വീഡിയോ കാണാൻ തന്നെ എന്ത് രസമാണ് ഇങ്ങനെ, അടിപൊളി, നൈസ്. പിന്നെ ചേച്ചി ഇതേപോലെ ഒരു കമ്മലാണ് തന്നത് കണ്ട്. ഈ കമ്മലിൻ്റെ പേളാണ് സ്റ്റഡായിട്ട് വരുന്നത്. ഈ നമ്മുടെ ബാക്കിൽ ആണിയിൽ അതിൻ്റെ ഒരു വളഞ്ഞിരിക്കുന്നതിനകത്ത് നിറച്ച് സ്റ്റോൺ വരുന്ന ഒരു മോഡൽ കമ്മലാണത്. പിന്നെ ഒരു നെയിൽ പോളിഷും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ചേച്ചി വാങ്ങി തന്ന. നെക്സ്റ്റ് ഇതെനിക്ക് പിന്നെ ഒരു ആൻറ്റി കൊടുത്ത് വിട്ടാണ് കേട്ടോ. ഇത് ആൻറ്റി ഒത്തിരി ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ദാവണി സെറ്റാ. ഈ കളറാണ് മൈ ഫേവറേറ്റ് കളർ. പിന്നെ ഇത് സ്കേർട്ടാണ്, നോർത്ത് ഞാൻ കാണിക്കുന്നില്ല, ഇനി എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ കാണിക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ഒരു മെറ്റീരിയലാണ് ബ്ലൗസിൻ്റെ. അതിങ്ങനെ നെക്ക് വരും. തന്നാക്കി ഈ മോഡൽ നെക്ക് ടോപ്പ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പുള്ളിക്കാരി എനിക്ക് സെപ്പറേറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് സുജിമോള് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ടോപ്പ്. നല്ല ഷൈനിങ് അല്ല, നല്ല കളർ കോമ്പിനേഷനാണ്. ഇത് അജ്രക്ക് മെറ്റീരിയലാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ താഴോട്ട് ബ്ലൂ, സ്കൈ ബ്ലൂ കളർ, അടിപൊളി, നല്ലൊരു കളർ കോമ്പിനേഷൻ. ആ മിററിന്റെ ഒക്കെ ഷൈനിങ് ഉണ്ട്, നല്ല രസമില്ലേ. നോക്കുന്നില്ല ഇടാറാകുമ്പോഴത്തേക്കെല്ലാം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനിരുന്ന് എല്ലാം മടക്കി വെക്കേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെയുള്ള എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. പിന്നെ ഞാൻ അതിനകത്ത് ചോക്ലേറ്റ് എനിക്കൊരു ബോക്സ് കിട്ടിയായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആളെനിക്ക് മറ്റേ ആപ്പിളിന്റെ ഒരു എയർപോഡ് തന്നായിരുന്നു. അപ്പൊ അതൊക്കെ ഉള്ളായിരുന്നു. ചോക്ലേറ്റ് ഒക്കെ ഞാൻ അപ്പോഴേ കഴിച്ചു തീർന്നു. ചോക്ലേറ്റ് ബ്ലോയിൽ കാണിക്കാൻ ബോക്സും ഇല്ല, ചോക്ലേറ്റും ഇല്ല. അതുകൊണ്ട് ഓക്കേടാ. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.